അധ്യാപകരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. ടീച്ചറെ നിറകണ്ണുകളാണൊന്നും ചോദിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ഒരു അവസാന യാത്രയാണിന്ന്. ജയലക്ഷ്മി, ഞാൻ പറഞ്ഞില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആ ടീച്ചർ നിറകണ്ണുകളോടെ വാവ് പൊത്തി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അവർക്കൊരു സംസാരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാര്യം ഒരു കുഞ്ഞ് സ്വന്തം മക്കളെ പോലെയാണ് അധ്യാപകരൊക്കെ തന്നെ കാണുന്നത്. ആ അധ്യാപകർക്ക് അവർ സ്വന്തം കുഞ്ഞിനെ നഷ്ടമായൊരു വിഷമമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഞാനിവിടെ ഉണ്ട്, ഈ സ്കൂളിലുണ്ട്. പല അധ്യാപകരോടും പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്ത് പോലും അവർക്കൊരു വാക്ക് പുറത്തേക്ക് വരുന്നില്ല. തങ്ങളുടെ സ്കൂളിൽ പഠിച്ചൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ളൊരു അന്ത്യം ഉണ്ടാകുന്ന സമയത്ത് ക്ലാസ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഒരമ്മയോടെന്ന പോലെ പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1.5 മാസമേ ആയിട്ടുള്ളെങ്കിൽ പോലും എല്ലാവർക്കും വലിയ എല്ലാവരോടും വലിയ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറിനോട് നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ടീച്ചർ പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായും ആ അധ്യാപികയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. എന്നും അവരോടൊരു പക്ഷേ മിഥുൻ പലതും പറഞ്ഞിട്ടുണ്ടാകും. നമുക്കൊപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട് തേവലക്കര സ്കൂളിൽ നിന്നും. കണ്ണൻ, കുറച്ചു മുമ്പ് കണ്ട ദൃശ്യം, അതായത് ആ കരിങ്കൊടി ഉയർത്തുന്ന ദൃശ്യം കണ്ടിരിക്കാനാകുന്നില്ല. കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. മിഥുൻ അസംബ്ലിക്കൊക്കെ അവൻ നിന്ന തിരുമുറ്റത്താണ് ഇങ്ങനെ ഒരു കരിങ്കൊടി ഇപ്പോൾ ഉയർത്തുന്നത്. സാധാരണ ഈ സ്കൂളിന് മറ്റൊരു നിറത്തിലുള്ള കൊടിയാണുള്ളത്. പക്ഷേ ഇന്ന് ആ സ്കൂളിൽ അവൻ അസംബ്ലിക്കൊക്കെ തന്നെ നിന്നിട്ടുള്ള ആ സ്കൂളിൽ ഉയർന്നിരിക്കുന്നത് ഒരു കരിങ്കൊടിയാണ്, കറുത്ത കൊടിയാണ്. അത് ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും നമുക്ക് മനസ്സിലുള്ള ഒരു വിഷമം തന്നെയാണ്. കറുത്ത കൊടി പാതി ഉയർത്തി നിർത്തിയിരിക്കുന്നു. കാര്യം അല്പസമയത്തിനുള്ളിൽ അവസാന യാത്രയ്ക്കായി മിഥുൻ ഇവിടേക്ക് എത്തും. ആ സമയത്ത് അവൻ ഇവിടെ എത്തി നിൽക്കുന്ന ആൾക്കാരുടെ നെഞ്ചുകളിലൊക്കെ തന്നെ അവൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു ബാഡ്ജുണ്ട്. ആ ബാഡ്ജിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖം, ചെറിയ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന അവൻ്റെ മുഖമുണ്ട്. സ്കൂൾ മാനേജരും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ തന്നെ ഉണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് ഒരു അധ്യാപികയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവർക്ക് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരു കറുത്ത കൊടി ഉയർത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ വന്നിട്ടുള്ള ഓരോ ആൾക്കാരുടെയും മനസ്സിൽ ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇന്നും ഒക്കെ തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. അതൊരു ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം തന്നെ പല പൂർവ്വ വിദ്യാർത്ഥികളും ഇതിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. പല പൂർവ്വ വിദ്യാർത്ഥികളുമുണ്ട്. ആ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ മറ്റ് ഒരു ബാനറുകളും ഒക്കെ തന്നെ കുറിച്ചിട്ടുണ്ട്. അവിടുത്തെ 96 SSLC ബാച്ചിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബാനറുണ്ട്. ആ ബാനർ എഴുതിയേക്കുന്നത് ഞാൻ വായിക്കാം. ഓർമ്മയുടെ പുസ്തകത്താളിൽ നോവ് ഓർമ്മയായി ഒരു മയിൽപ്പീലി പോലെ അമർന്നിരുന്നു മിഥുൻ മോന്. നേരുന്നു യാത്രാമൊഴി എന്നുള്ളതാണ്. അതെ, ഒരു മയിൽപ്പീലി പോലെ ഈ സ്കൂളിൻ്റെ ഓരോ പരിസരത്തും ഓടിക്കളിച്ചിരുന്ന അല്ലെങ്കിൽ പറന്നു നടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിൻ്റെ വലിയൊരു ഓർമ്മയാണ്. ഈ സ്കൂളിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ഓർമ്മയായി അല്ലെങ്കിൽ നോവുന്ന ഓർമ്മയായി അവൻ മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മയുടെ പുസ്തകത്താളിൽ ഓർമ്മയായി ആ കുഞ്ഞ് മാറുന്നു. അതിന് യാത്രാമൊഴി എന്ന് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും, ഇത് ഒരു ബാച്ചിൻ്റെയാണ്, പല സ്ഥലങ്ങളിലും ഈ സ്കൂളിന് പുറത്തായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ആയാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളും എങ്ങനെയൊക്കെ അവനൊരു യാത്രാമൊഴി നൽകാമോ, അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാമോ. മനസ്സിലുള്ള വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട്, കരഞ്ഞു തീർക്കുമ്പോൾ വിഷമങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലൊരു ആശ്വാസം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് സമാനമാണ്. നേരത്തെ ആ ടീച്ചറിൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ വായിച്ചെടുത്ത് അവർക്ക് പലപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ ടീച്ചർ ഉണ്ടായിരുന്നത്. മറ്റ് അധ്യാപകരൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഒരു വലിയ ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണുള്ളത്. പലപ്പോഴും നമുക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് ഭാരവാഹികളൊക്കെ തന്നെ ഉണ്ട്. വല്ലാത്തൊരു അന്തരീക്ഷമാണ് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു എന്താണ് ചേട്ടാ ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു ഇതുള്ളത്? ഇന്ന് ഇപ്പോഴേ പിന്നെ ഇതിൻ്റെ പൊതുദർശനവും സംസ്കാര ചടങ്ങുമൊക്കെയാണ്. ഞങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്ക്, അധ്യാപകർക്ക്, നാട്ടുകാർക്കൊക്കെ ഒരു ആഗ്രഹം ഒരു സൈനികനാകണമായിരുന്നു. പക്ഷേ അതുകൊണ്ട് NCC കൊണ്ടുള്ള ഒരു സ്കൂളിലേക്ക് അവൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. അതെ, അതെല്ലാം ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു സാഹസിക മനോഭാവമുള്ള ഒരു മിടുക്കനായ കുട്ടിയായിരുന്നു. ഞങ്ങളെല്ലാം ആ ദുഃഖഭാരത്താൽ തലകുലിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. എന്തായാലും സംഭവിച്ചു പോയി എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും മാസമായിട്ട് അവിടെയുള്ള കുഞ്ഞിനെ ആളുകൾക്കൊക്കെ തന്നെ ദുഃഖം മാത്രമാണുള്ളത്. എന്തു പറയണമെന്ന് അവർക്കറിയില്ല. കാരണം വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക്